40 വർഷങ്ങൾക്ക് മുമ്പാണ് കാക്കനാട്ടെ നവോദയ സ്റ്റുഡിയോയിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 3D സിനിമയുടെ ചിത്രീകരണം നടക്കുകയാണ്. സിനിമയിലെ ഒരു സീനിൽ മാത്രം അഭിനയിക്കാൻ ഒരു നടനെ വേണം. സംവിധായകൻ ജിജോയും സഹസംവിധായകനായ TK രാജീവ് കുമാറും അന്ന് കലാവേദികളിൽ തിളങ്ങി നിന്ന ഒരു നടനെ ഈ റോളിനായി ക്ഷണിച്ചെങ്കിലും വളരെ കുറച്ച് സ്ക്രീൻ സമയമുള്ള ഡയലോഗ് പോലും കൃത്യമായി ഇല്ലാത്ത ആ റോൾ ആ നടൻ നിരസിച്ചു. ഇനി ആര് ആ റോൾ ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴാണ് നവോദയയിൽ സഹസംവിധായകരായിരുന്ന ശേഖറും TK രാജീവ് കുമാറും തങ്ങൾക്കറിയാവുന്ന ഒരാളെ ജിജോയോട് പറയുന്നത്. ആൾ തിരുവനന്തപുരത്തെ ഒരു അഭിനയമോഹിയാണ്. നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതേസമയം MCOM ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി ഒരു കോളേജിൽ അധ്യാപകനുമാണ്. ആളാണെങ്കിൽ നവോദയയുടെ പത്രപരസ്യം കണ്ട് അഭിനയിക്കാൻ അപേക്ഷിച്ചിട്ടുമുണ്ട്. ഉടനെ കാക്കനാട്ടെ സ്റ്റുഡിയോയിലേക്ക് എത്താൻ അയാളോട് പറഞ്ഞു. ചിത്രീകരണം നടന്നു. അങ്ങനെ 1984 ഓഗസ്റ്റ് 24 മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ആ സിനിമ റിലീസായി. അതിലൂടെ PV ജഗദീഷ് കുമാർ എന്ന നടനും വെള്ളിത്തിരയിൽ തൻ്റെ അരങ്ങേറ്റം കുറിച്ചു. ആ അരങ്ങേറ്റത്തിന് ഇന്ന് 40 വർഷം തികയുകയാണ്. റീലിലും റിയലിലും ഹീറോ ആയ വ്യക്തിയാണ് ജഗദീഷ്. അഭിനയത്തിൽ സ്വയം മിനുക്കിയെടുക്കുന്ന, സ്വന്തം നിലപാടുകളിൽ വെള്ളം ചേർക്കാൻ ശ്രമിക്കാത്ത നായകൻ. മൈ ഡിയർ കുട്ടിച്ചാത്തനിൽ ഒരു കാബറെ ഡാൻസ് അനൗൺസറുടെ റോളിലായിരുന്നു ജഗദീഷ് അഭിനയിച്ചത്. ആദ്യം ഒരൊറ്റ സീനിൽ മാത്രമായിരുന്നു ജഗദീഷിൻ്റെ റോളും ഉണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറിയും എനർജിയും ഒക്കെ കണ്ട ജിജോ ആ റോളിന് ഡയലോഗും ദൈർഘ്യവും കൂട്ടി. ആദ്യ സിനിമയിൽ തന്നെ ജഗദീഷിൻ്റെ റോൾ ശ്രദ്ധിക്കപ്പെട്ടു. അടുത്ത സിനിമ ജഗദീഷിൻ്റെ സുഹൃത്തു കൂടിയായിരുന്ന പ്രിയദർശൻ്റെ സംവിധാനത്തിലായിരുന്നു. ഓടരുതമ്മാവ ആളറിയാം. പിന്നീട് അങ്ങോട്ട് മുത്താരംകുന്ന് PO, അക്കരെ നിന്നൊരു മാരൻ എന്നീ ചിത്രങ്ങൾ. ഈ 2 ചിത്രങ്ങളുടെ കഥയും ജഗദീഷിൻ്റേതായിരുന്നു. ജാലകം, ഭൂമിയിലെ രാജാക്കന്മാർ, സംഘം, വെള്ളാനങ്ങളുടെ നാട്, ഐത്തം, ഓഗസ്റ്റ് 1, വന്ദനം, അധിപൻ, കുട്ടേട്ടൻ, ഗജകേസരി യോഗം, ഹിസൈനസ് അബ്ദുള്ള തുടങ്ങി നിരവധി ചിത്രങ്ങൾ. മണിവത്തൂരിലെ 1000 ശിവരാത്രികളിലൂടെ സംഭാഷണ രചയിതാവായും ജഗദീഷ് അരങ്ങേറി. 1989 ന്യൂസ് എന്ന ചിത്രത്തിലൂടെ ജഗദീഷ് തിരക്കഥാകൃത്തുമായി. അതേ വർഷം തന്നെ അധിപൻ എന്ന മോഹൻലാൽ ചിത്രത്തിൻ്റെയും തിരക്കഥ ജഗദീഷ് രചിച്ചു. 1990 സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിലെത്തിയ ഇൻ ഹരിഹർ നഗറിലെ അപ്പുക്കുട്ടൻ എന്ന കഥാപാത്രം ജഗദീഷ് എന്ന താരത്തിൻ്റെ മാർക്കറ്റ് കുത്തനെ ഉയർത്തി. 1991 മാത്രം 26 സിനിമകളിലാണ് ജഗദീഷ് അഭിനയിച്ചത്. മലയാളത്തിൽ ചെറിയ ബഡ്ജറ്റിൽ ജഗദീഷ്, സിദ്ദിഖ്, മുകേഷ് എന്നിവരെ നായകരാക്കി സിനിമകൾ തുടരെ ഇറങ്ങാൻ തുടങ്ങി. വെള്ളിത്തിരയിലെ മിനിമം ഗ്യാരണ്ടി നായകനായി ജഗദീഷ് ഈ കാലഘട്ടത്തിൽ മാറി. കൂടുതലും കോമഡിയുടെ പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞ ചിത്രങ്ങൾ. ജഗദീഷ് എന്ന നടൻ്റെ മറ്റൊരു മുഖം കാണിച്ച ചിത്രമായിരുന്നു വെൽക്കം ടു കൊടൈക്കനാൽ. ഇതിനു പുറമെ സ്ത്രീധനം, ഭാര്യ തുടങ്ങിയ ചിത്രങ്ങളിൽ കോമഡി മാത്രമല്ല തനിക്ക് വഴങ്ങുന്നതെന്ന് ജഗദീഷ് തെളിയിച്ചു. സിനിമകളിൽ നായകനായി അഭിനയിക്കുമ്പോൾ തന്നെ മറ്റു താരങ്ങളുടെ ചിത്രങ്ങളിൽ കോമഡി സഹതാരമായും ജഗദീഷ് തിളങ്ങി. 90കളുടെ അവസാനങ്ങളിൽ ലോ ബഡ്ജറ്റുകളിൽ എത്തിക്കൊണ്ടിരുന്ന ചിത്രങ്ങൾ മലയാളികൾ കൈവിട്ടു തുടങ്ങി. പതിയെ കോമഡി റോളുകളിലേക്ക് മാത്രമായി ജഗദീഷ് ഒതുങ്ങി. ഇതിനിടെ ഗായകനായും ജഗദീഷ് എത്തി. 1995 ഇറങ്ങിയ പ്രായിക്കര പാപ്പാനിൽ കൊക്കും പൂഞ്ചിറകും എന്ന ഗാനമാണ് സിനിമയിൽ ജഗദീഷ് ആദ്യമായി ആലപിച്ചത്. ടെലിവിഷൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയ ആദ്യ താരങ്ങളിൽ ഒരാളും ജഗദീഷ് ആയിരുന്നു. 1995 കൈരളി വിലാസം ലോഡ്ജ് എന്ന ടെലി സീരിയലിൽ അഭിനയിച്ച ജഗദീഷ് പിന്നീട് ടെലിവിഷൻ അവതാരകനായും എത്തി. ഇടയ്ക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തെങ്കിലും പിന്നീട് ആ തീരുമാനത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറി. 2016 സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്ന ജഗദീഷ് വേർഷൻ 2.0യുടെ ആരംഭം. രഞ്ജിത്ത് സംവിധാനം ചെയ്ത ലീല എന്ന ചിത്രത്തിൽ തങ്കപ്പൻ നായർ എന്ന കഥാപാത്രം ജഗദീഷ് എന്ന നടനായി ഉണ്ടാക്കിയ വാർപ്പ് മാതൃകകളെ എല്ലാം തകർക്കുന്നതായിരുന്നു. തുടർന്നിങ്ങോട്ട് ജഗദീഷ് എന്ന നടനെ പുതുക്കിയെടുക്കുന്ന കഥാപാത്രങ്ങളായിരുന്നു ഓരോ സിനിമയിലും. കസബ, വൺ, ഭ്രമം, കാപ്പ, റോഷാക്ക്, അബ്രഹാം ഓസ്ലർ, പൂക്കാലം, നേര്, ഫാലിമി, പുരുഷപ്രേതം തുടങ്ങിയ ഒട്ടനവധി ചിത്രങ്ങൾ. ഏറ്റവും ഒടുവിൽ ഒരു വെബ് സീരീസിലും ജഗദീഷ് അഭിനയിക്കുന്നുണ്ട്. സിനിമയ്ക്ക് പുറത്ത് തൻ്റെ നിലപാടുകൾ സംസാരിക്കുന്ന നടൻ കൂടിയാണ് ജഗദീഷ്. ഇപ്പോഴിതാ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ താരസംഘടന പ്രതികരിക്കുന്നതിൽ വൈകിയെന്ന് തുറന്നു പറഞ്ഞ ജഗദീഷ് ഔദ്യോഗിക നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരുന്നു സംസാരിച്ചത്. റിപ്പോർട്ടിലെ സംഭവങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് പറഞ്ഞു തള്ളാൻ കഴിയില്ലെന്നും രാത്രി വാതിലിൽ മുട്ടിയെന്ന് ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്നും സംശയമൊന്നുമില്ലാതെ ജഗദീഷ് പറഞ്ഞു.
ആദ്യമായിട്ടല്ല ജഗദീഷ് താരസംഘടനയുടെ ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ നിലപാടുകൾക്കെതിരെ രംഗത്തെത്തുന്നത്. നടിയെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായ ദിലീപിനെ ന്യായീകരിച്ചുകൊണ്ട് നടൻ സിദ്ദിഖ് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അതിനെതിരെ താരസംഘടനയിൽ തന്നെ ജഗദീഷ് പ്രതിഷേധം അറിയിച്ചിരുന്നു. കരിയറിൻ്റെ 40 വർഷം പിന്നിടുമ്പോൾ ഒരു നടൻ എന്ന നിലയിൽ മാത്രമല്ല, താൻ പ്രതിനിധീകരിക്കുന്ന തൊഴിൽ മേഖലയിൽ നടക്കുന്ന ഒരു വലിയ അനീതിക്കെതിരെ ശക്തമായി നിലപാടെടുത്ത, അത് തുറന്നു പറയാൻ ധൈര്യം കാണിച്ച പോരാളിയായും ജഗദീഷിനെ മലയാളികൾ അടയാളപ്പെടുത്തേണ്ടതുണ്ട്. മികച്ച നടനും നിലപാടുള്ള മനുഷ്യനുമായി ഇനിയും മുന്നോട്ടേക്ക് പോകാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. ജഗദീഷ് എന്ന നടന്, ജഗദീഷ് എന്ന മനുഷ്യന് എല്ലാവിധ ആശംസകളും.